ഹായ് ഗൈസ്, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സാഹസികമായൊരു യാത്രയായിരുന്നു അത്. അതിലൂടെ ഒന്ന് കടന്നു പോയാലോ? ഞാനും എൻ്റെ ഫാമിലിയും ഒന്നിച്ച് ഈ ഓണക്കാല വെക്കേഷനിൽ ഒരു ട്രിപ്പ് പോയതാണ്. ഇടുക്കിയിലേട്ടാണ് പോയത്. ഇടുക്കിയുടെ മനോഹാരിതയും എല്ലാം കണ്ടു കഴിഞ്ഞ് ലാസ്റ്റാണ് ഞങ്ങൾ ഈ ആമപ്പാറ എന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അതൊരു ഒന്നൊന്നര സാഹസികമായിട്ടുള്ള യാത്ര തന്നെയായിരുന്നു കേട്ടോ. ആമപ്പാറ എന്നുള്ള പേര് പറയുന്നത് പോലെ തന്നെ ആമ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഇതിൻ്റെ യാത്ര. ആദ്യം ഒരു 2 പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. അതും തിരിയാനൊന്നും സ്ഥലമില്ല, സൈഡ് തിരിഞ്ഞ് തന്നെ ആയിരിക്കണം നടക്കേണ്ടത്. ഞങ്ങൾ ഭയങ്കര എന്താ പറയുക, പിള്ളേരും എല്ലാവരും കൂടിയാണ് നടന്നത്. ഭയങ്കര മണ്ണുള്ളവർക്കും ഒരിക്കലും നടക്കാൻ പറ്റില്ല കേട്ടോ. കാരണം വണ്ണം കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ഈ ചെറിയൊരു ഗ്യാപ്പിലൂടെ നടക്കാൻ പറ്റുള്ളൂ. ഈ നടത്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്ന് വേണം സഞ്ചരിക്കാനായിട്ട്. അതും വല്ലാണ്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ അങ്ങനത്തെ ഒന്നും പറ്റില്ല. ചെറിയൊരു ഇതിൽ കൂടെ വേണം നടക്കാനായിട്ട്. അതും പിള്ളേരായിട്ട് നടക്കുമ്പോൾ ഭയങ്കര പേടി തോന്നും. ഞാൻ എൻ്റെ പിള്ളേരായിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നി. കാരണം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഈ നടക്കണേൻ്റെ അതായത് ഇരുന്ന് നടക്കേണ്ട സൈഡിലായിട്ടൊരു കൊക്ക പോലെ ഇങ്ങനെ സൈഡ് ഒരു ഗ്യാപ്പായിട്ടാണ്. ആ ഗ്യാപ്പിലേക്ക് അങ്ങനെ പിള്ളേർ വീണിട്ടുണ്ടെങ്കിലോ എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. വേറെ ഒന്നും ഉണ്ടല്ലോ, അതിലെങ്ങാനും വീണ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഇതാവും. ഞാൻ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഓടിക്കൂടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടില്ലേ, അതുപോലത്തെ ഒരു ഘട്ടത്തിലേക്ക് പോകുക എന്നതൊക്കെ ആയിരുന്നു എൻ്റെ ഉള്ളിൽ ഓടിക്കൊണ്ടിരുന്ന ചിന്ത. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മ ഇരുന്നും നടന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിക്കും ആമനിറങ്ങണ പോലെ തന്നെ ഇങ്ങനെ കിടന്ന് വേണം നിറങ്ങാനായിട്ട്. അതിൽ ഫാമിലിയിലുള്ള കുറേ കസിൻസിനൊക്കെ ഭയങ്കര എന്താ പറയുക പേടിയായിട്ടുണ്ടല്ലോ, ശ്വാസം മുട്ടുന്ന ഒരവസ്ഥയായിരുന്നു. പേടിച്ച് വിറച്ചിട്ട് പിള്ളേരും ചില പിള്ളേരൊക്കെ കരഞ്ഞു തുടങ്ങി. കാരണം ഈ നിറഞ്ഞിട്ടൊക്കെ വേണമല്ലോ പോവാനായിട്ട്. ആമ നീന്തണ പോലെ നീന്തണേൻ്റെ ഇടയിൽ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടാ, ഇതെങ്ങാനും ഒന്ന് അമ്മങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്ന് രക്ഷിക്കും, ഇവിടെ തന്നെ ആയിരിക്കും നമ്മളുടെ ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിരുമ്പോൾ ഇതാണ് കാഴ്ച. അപ്പോൾ ഈ സാഹസികമായ യാത്ര എങ്ങനെയുണ്ട് ഗൈസ്? ഒന്ന് കമൻറ്റ് ചെയ്യണേ.